ഓർഗനൈസിങ് ഈസ് ദ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് വിച്ച് ഫോളോസ് പ്ലാനിങ്. അതായത് മാനേജ്മെൻറ്റ് ഫങ്ഷനുകളിൽ പ്ലാനിങ്ങിന് ശേഷം വരുന്ന അടുത്ത ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷനാണ് ഓർഗനൈസിങ്, സംഘാടനം അല്ലെങ്കിൽ സംഘടിപ്പിക്കൽ എന്നുള്ളത്. ഇറ്റ് ഈസ് എ ഫങ്ഷൻ വിച്ച് ഇൻ്റഗ്രേറ്റ്സ് ഹ്യൂമൻ, ഫിസിക്കൽ ആൻഡ് ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഓഫ് ദി ഓർഗനൈസേഷൻ ആസ് പെർ ദ പ്ലാൻ. അതായത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ, ആസ് പെർ ദ പ്ലാൻ, അത് മുൻ നിശ്ചയിച്ചതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിൻ്റെ മാനുഷിക, ഭൗതിക, സാമ്പത്തിക വിഭവങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടുക അല്ലെങ്കിൽ ഏകോപിപ്പിക്കുക എന്നുള്ള പ്രവർത്തനമാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള പ്രവർത്തനമാണെന്ത്? ഓർഗനൈസിങ്. ഇൻ അനദർ വേർഡ്സ്, ഓർഗനൈസിങ് ഈസ് എ മാനേജീരിയൽ ഫങ്ഷൻ. ഓർഗനൈസിങ് എന്നുള്ളൊരു മാനേജീരിയൽ പ്രവർത്തനമാണ്, മാനേജ്മെൻറ്റ് ഫങ്ഷനാണ്. ആൻഡ് ആൾസോ അതോടൊപ്പം തന്നെ ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഇൻ ദ ഓർഗനൈസേഷൻ ഫോർ അച്ചീവിങ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. അതായത് സ്ഥാപനത്തിൻ്റെ സ്പെസിഫിക്കായ മുൻകൂട്ടി നിശ്ചയിച്ച ഒബ്ജക്റ്റീവ്സുകൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി വ്യത്യസ്ത പ്രവർത്തികളെല്ലാം, ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിന് വ്യത്യസ്ത ആക്ടിവിറ്റികളിൽ എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അത് ഗ്രൂപ്പാക്കി തിരിക്കുന്നു. ആ ഒരു പ്രക്രിയക്ക് പറയുന്ന, ആ ഒരു മാനേജീരിയൽ പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് ഈസ് എ മാനേജീരിയൽ ഫങ്ഷൻ ആൻഡ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ്. ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഗ്രൂപ്പാക്കി തിരിക്കുന്നു. എന്ത്? ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്, വ്യത്യസ്ത വർക്കുകൾ, ടാസ്കുകൾ, പ്രവർത്തികൾ ഇൻ ദ ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനത്തിലെ. എന്തിന്? ഫോർ അച്ചീവിങ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. ആ സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിനാവശ്യമായ വ്യത്യസ്ത പ്രവർത്തികൾ എന്തൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതിനെ വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നു. അതിന് പറയുന്ന പേരാണെന്ത്? ഓർഗനൈസിങ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ definitions of organizing. Definitions of organizing. First of all, Henry Fayol defines organizing as to organize a business is to provide it with everything useful to its functioning. To organize a business is to provide it with എവറിത്തിങ് യൂസ്ഫുൾ ടു ഇറ്റ്സ് ഫങ്ഷനിങ്. ഒരു ബിസിനസ് ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ യൂസ്ഫുള്ളായ എല്ലാ കാര്യങ്ങളും അതിന് പ്രൊവൈഡ് ചെയ്യുക, ലഭ്യമാക്കുക എന്നാണ്. ആ ആവശ്യമായ കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? റോ മെറ്റീരിയൽസ്, മെഷീൻസ്, ടൂൾസ്, ക്യാപിറ്റൽ ആൻഡ് പേഴ്സണൽ. അപ്പോൾ മാനുഷിക മൂലധന, ടൂൾസും മെഷീൻസും മെറ്റീരിയൽസും റോ മെറ്റീരിയൽസും എല്ലാം ആ സ്ഥാപനത്തിന് ആവശ്യമായ രീതിയിൽ ആവശ്യമായ സമയത്ത് ലഭ്യമാക്കുക എന്നതാണ് ഓർഗനൈസിങ് എന്നാണ് ഹെൻറി ഫയോൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ലൂയിസ് എ അലൻ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, അക്കോർഡിംഗ് ടു ലൂയിസ് എ അലൻ, ഓർഗനൈസിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ദ വർക്ക് ടു ബി പെർഫോംഡ്. ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട്, ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് പെർഫോം ചെയ്യേണ്ടതായ, അക്കംപ്ലിഷ് ചെയ്യേണ്ടതായ വർക്കുകളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുക, അതെല്ലാം ഗ്രൂപ്പുകളാക്കി തിരിക്കുക. ദെൻ ഡിഫൈനിങ് ആൻഡ് ഡെലിഗേറ്റിംഗ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്സ് ഫോർ ദ പർപ്പസ് ഓഫ് എനേബിളിംഗ് പീപ്പിൾ ടു വർക്ക് മോസ്റ്റ് എഫക്റ്റീവ്ലി ടുഗദർ ഇൻ അക്കംപ്ലിഷിംഗ് ദ ഒബ്ജക്റ്റീവ്സ്. അതായത് നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടതായ, ഇൻ അക്കംപ്ലിഷിംഗ് ഒബ്ജക്റ്റീവ്സ്, നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ചെയ്യേണ്ട ജോലികളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുക, തിരിച്ചറിയുന്നു, വേർതിരിച്ചറിയുന്നു. ആൻഡ് ഗ്രൂപ്പാക്കി തിരിക്കുന്നു. അതുപോലെ തന്നെ ഡിഫൈനിങ് ആൻഡ് ഡെലിഗേറ്റിംഗ്, അധികാരവും ഉത്തരവാദിത്വവും വ്യക്തമായി നിർണയിച്ച് കീഴ്ത്തലങ്ങളിലേക്ക് പകർന്നു നൽകുകയും. ഡിഫൈൻ ചെയ്യുന്നു, നിർണ്ണയിക്കുന്നു, ആൻഡ് ഡെലിഗേറ്റ്, അത് പകർന്നു നൽകുന്നു. എന്തൊക്കെയാണ്? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളുമെല്ലാം എന്തൊക്കെയാണെന്ന് അങ്ങനെ പകർന്നു നൽകുകയും ലക്ഷ്യപ്രാപ്തിക്കായി ഫലപ്രദമായ രീതിയിൽ കൂട്ടായി പ്രവർത്തിക്കാൻ ആളുകളെ സഹായിക്കുകയും ചെയ്യുന്ന വിധത്തിൽ അവർക്കിടയിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുക. അതോറിറ്റി എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ്, അവ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുക. ഇത്തരം പ്രവർത്തികൾക്ക് പറയുന്ന പേരാണ് ഓർഗനൈസിങ്. അപ്പോൾ നിർദ്ദിഷ്ട ലക്ഷ്യം നേടിക്കുന്നതിന് വേണ്ടി പൂർത്തീകരിക്കേണ്ടതായ പ്രവർത്തികൾ എന്തൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അത് ഗ്രൂപ്പാക്കി തിരിക്കുന്നു, അത് പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ രീതിയിൽ ആവശ്യമായ തരത്തിൽ പിന്നെ അതോറിറ്റി എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, അധികാരവും ഉത്തരവാദിത്തങ്ങളും എന്തൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്യുന്നു, അത് കീഴ്ത്തലങ്ങളിലേക്ക്
പകർന്നു നൽകുകയും ചെയ്യുന്നു, ഏൽപ്പിച്ചു കൊടുക്കുന്നു, ഡെലിഗേറ്റ് ചെയ്യുന്നു. ഇത്തരം പ്രവർത്തനം എന്നിട്ട് അവർക്കിടയിൽ ഒരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നു, റിലേഷൻഷിപ്പ് സ്ഥാപിക്കുകയും ചെയ്യുന്നു. അതിന് പറയുന്ന പേരാണ് ഓർഗനൈസിങ്. അക്കോർഡിംഗ് ടു ജി.ആർ. ടെറിയുടെ അഭിപ്രായത്തിൽ ഓർഗനൈസിങ് ഈസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എഫക്റ്റീവ് അതോറിറ്റി റിലേഷൻഷിപ്സ് എമംഗ് സെലക്റ്റഡ് വർക്ക് പേഴ്സൺസ് ആൻഡ് വർക്ക് പ്ലേസസ് ഇൻ ഓർഡർ ഫോർ ദ ഗ്രൂപ്പ് ടു വർക്ക് ടുഗദർ എഫിഷ്യൻ്റ്ലി. അതായത് ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വർക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി എഫിഷ്യൻ്റായ രീതിയിൽ പൂർത്തീകരിക്കുന്നതിലേക്കായി, ഇൻ ഓർഡർ ഫോർ ദ ഗ്രൂപ്പ് ടു വർക്ക് ടുഗദർ എഫിഷ്യൻ്റ്ലി, അതിലേക്കായി അതുമായി ബന്ധപ്പെട്ട വർക്ക് പേഴ്സൺസ്, വർക്ക് പ്ലേസ്, ജോലിക്കാർ, ജോലിസ്ഥലം, ഇവയ്ക്കിടയിൽ എന്ത് ചെയ്യാം, അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഇത്തരം കാര്യങ്ങൾക്കിടയിൽ നല്ല ഒരു അധികാര ബന്ധം എഫക്റ്റീവായ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ പ്രവൃത്തിക്ക് പറയുന്ന പേരാണെന്ത്, ആ പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത്, ഓർഗനൈസിങ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ വർക്ക് എഫക്റ്റീവായ എഫിഷ്യൻ്റായ രീതിയിൽ പൂർത്തീകരിക്കുന്നതിലേക്ക് ആവശ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട വർക്ക് ഫോഴ്സ്, വർക്ക് പ്ലേസ്, ജോലിക്കാർ, ജോലിസ്ഥലം, ഇവയ്ക്കിടയിൽ എന്ത് ചെയ്യുക, ഒരു നല്ല എഫക്റ്റീവായ അതോറിറ്റി റിലേഷൻഷിപ്പ് സ്ഥാപിച്ചെടുത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ആ പ്രവൃത്തിക്ക് പറയുന്ന പേരാണിത് ഓർഗനൈസിങ്, അതായത് സംഘാടനം അല്ലെങ്കിൽ സംഘടിപ്പിക്കൽ. ഇനി തിയോ ഹൈമാൻ എന്ന മാനേജ്മെൻറ്റ് തിങ്കറുടെ അഭിപ്രായത്തിൽ ഓർഗനൈസിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിഫൈനിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദി എൻ്റർപ്രൈസ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി റിലേഷൻഷിപ്സ് എമംഗ് ദം. അതായത് ഒരു സംരംഭവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്യുന്നു, അത് ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നു, അതിനുശേഷം അവയ്ക്കിടയിൽ ആ ഗ്രൂപ്പുകൾക്കിടയിൽ ആ ആക്ടിവിറ്റികൾക്കിടയിൽ എല്ലാം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നു, ഒരു ബന്ധം സ്ഥാപിക്കുന്നു. ആ ഒരു പ്രക്രിയക്ക് മൊത്തത്തിൽ പറയുന്ന പേരാണ് ഓർഗനൈസിങ്. ഇൻ ഷോർട്ട്, ചുരുക്കത്തിൽ ഓർഗനൈസിങ് ഈസ് എ പ്രോസസ് വിച്ച് കോർഡിനേറ്റ്സ് ഹ്യൂമൻ എഫേർട്സ്, അസംബിൾസ് റിസോഴ്സസ് ബോത്ത് ഹ്യൂമൻ ആൻഡ് ഫിസിക്കൽ ആൻഡ് ഇൻറ്റഗ്രേറ്റ്സ് ദം all into a whole to achieve the specified objective. സ്പെസിഫൈഡ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിലേക്കായി ഹ്യൂമൻ എഫേർട്സുകളെല്ലാം കോഓർഡിനേറ്റ് ചെയ്യുക, എല്ലാ മാനുഷിക പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുകയും, അസംബ്ലിംഗ് റിസോഴ്സസ് ബോത്ത് ഹ്യൂമൻ ആൻഡ് ഫിസിക്കൽ, അതായത് ഭൗതിക മാനുഷിക റിസോഴ്സുകളെല്ലാം ഒരുമിച്ച് കൂട്ടുകയും, ആൻഡ് ഇൻ്റഗ്രേറ്റ്സ് ദം ഓൾ ഇൻ ടു എ ഹോൾ, ഇത്തരം ഈ മാനുഷിക ഭൗതിക ഹ്യൂമൻ വിഭവങ്ങളെയും എഫേർട്ടുകളെയും എല്ലാം ഒരു സമ്പൂർണ്ണതയിലേക്ക് സംയോജിപ്പിക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഓർഗനൈസിങ്. അപ്പോൾ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട എല്ലാം, ഹ്യൂമൻ എഫേർട്സ് ആവട്ടെ, ഹ്യൂമൻ റിസോഴ്സ് ആവട്ടെ, ഫിസിക്കൽ റിസോഴ്സ് ആവട്ടെ, ഇതെല്ലാം ഒരുമിച്ച് കൂട്ടുന്നു, സംഘടിപ്പിക്കുന്നു, അതെല്ലാം കൂടെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഒരൊറ്റ സമ്പൂർണ്ണതയിലേക്ക് ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഓർഗനൈസിങ്, സംഘാടനം അല്ലെങ്കിൽ സംഘടിപ്പിക്കൽ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് പ്രോസസ്സിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്, ഓർഗനൈസിങ് പ്രക്രിയയിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നമുക്ക് എന്ത് ചെയ്യാം, ആ ടോപ്പിക്കുമായി ഇനി വീണ്ടും അടുത്ത ലക്കത്തിൽ കാണാം. അടുത്ത ലക്കത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.